വണ്ടി എടുത്ത് പോക്കായി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇത് പെട്ടെന്ന് എടുക്കുന്ന ഞാനൊരു കിടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു ഹെയർ കട്ടിന് വന്നിട്ടാവില്ല ലെയറിലാന്ന് എൻ്റെ ഐഡിയ ഉള്ളത് ഏകദേശം. അപ്പം ഇപ്പം പെട്ടെന്ന് തിരക്കിട്ട് ഓടി വന്നതാണ്. കാരണം ഇവിടെ പുതിയൊരു ഹെയർ ബേയിൽ ഫസ്റ്റ് 5-ന് 100 rupees ഹെയർ കട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് അറിയാവുന്ന അതുകൊണ്ട് ഇതൊന്നും നമുക്ക് എന്തായാലും വീഡിയോ എടുത്ത് വരാൻ കഴിയില്ല, ടൈമില്ല അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഫസ്റ്റ് 5 ആണെന്ന് അറിയട്ടെ വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞാൻ ആ 50% ഓഫറിൽ എടുക്കുമായിരിക്കും. ഞാൻ തിരിച്ചു പോകാൻ ചാൻസ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ലക്കിലി ആൻഡ് ദ 5th one ആൻഡ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മാക്സിമം വീഡിയോ ഞാൻ എടുക്കാൻ ശ്രമിക്കാം. ആൻഡ് ഐ ഡോണ്ട് നോ അബൌട്ട് ദ ഔട്ട്പുട്ട്, ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 9:40 ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഹെയർ ബേയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 9:30 10 o'clock അവർ ഓപ്പൺ ചെയ്യുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ എനിക്കങ്ങനെ ഫസ്റ്റ് 5-ലെല്ലാം എത്താൻ പറ്റുമെന്നൊന്നും ഒരു വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജസ്റ്റ് വന്നപ്പോഴേക്ക് തന്നെ 4 ആൾ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശേഷം ആൾക്കാർ വന്ന് മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് 5-ൽ വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വലിയ ഹോപ്പൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കൊരു നിയർലി ഒരു 1/2 kilometer ഉണ്ടാവില്ല എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് പോകണമെന്നൊക്കെ ഇങ്ങനെ ഓഫറും കണ്ടു. സോ ഹെയർ കട്ട് അങ്ങനെ വലിയ പ്ലാൻഡൊന്നും അല്ലായിരുന്നു. ആസ് ലൈക്ക് എവറി ഗേൾസ് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മുടി മുറിച്ചാലോ എന്ന് തോന്നും. പിന്നെ ഇന്ന് മോർണിംഗ് ആയപ്പം എന്നാൽ പിന്നെ ഇന്നാവട്ടെ ആ ഡേ എന്ന് തോന്നി. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം സ്റ്റൈലിസ്റ്റ് ഫ്രീ ആയി സീറ്റ് കിട്ടി. മുന്നത്തെ ഹെയറിൻ്റെ ലെങ്ത്തൊക്കെ ചെക്ക് ചെയ്ത് ഹെയർ വാഷ് കഴിഞ്ഞ് ഞാൻ മുടി മുറിക്കാൻ തുടങ്ങി. ഓൾറെഡി ഇതിന് മുന്നേ നമ്മൾ കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫേസ് ഫ്രെയിമിങ് ആയിരിക്കണം, ലേയേഴ്സ് വേണം, അതേപോലെ തന്നെ എൻ്റെ ഹെയർ അത്ര കട്ടാകാൻ പാടില്ലായിരുന്നു ഡിമാൻഡ് ഉണ്ടായത്. പിന്നെ എനിക്ക് ഓൾറെഡി താഴോട്ട് കുറച്ച് തിക്നെസ് കുറവായതുകൊണ്ട് അത് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ബ്ലോ ഡ്രൈ ഒക്കെ തുടങ്ങി. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഡൺ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഹെയർ കട്ടിന് നെക്സ്റ്റ് ഡേ തന്നെ ഞാനിത് വ്ളോഗായി ഇടുന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ ഹെയർ ഒന്നുകൂടി ചെക്ക് ചെയ്യലായി, ആ ലെങ്ത് ഒക്കെ കുറേ പോയിനോന്ന് അറിയണമല്ലോ. ഫൈനലി ഞാൻ ഉദ്ദേശിച്ച ഒരു ഹെയർ കട്ടിൽ തന്നെ എനിക്ക് എത്താൻ പറ്റി. ഐ എം റിയലി ഹാപ്പി. പിന്നെ അങ്ങനെ കുറച്ച് ഷോട്ടൊക്കെ എടുത്തു ഹെയർ കട്ടിൻ്റെ ആഫ്റ്റർ ലുക്ക്. പിന്നെ അവിടെ നിന്ന് തന്നെ സ്റ്റാഫ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഫൈനലി ടാറ്റ പറഞ്ഞു വന്നു. താങ്ക് യു. അതായിരുന്നു നമ്മൾ സ്റ്റൈലിസ്റ്റ്. പിന്നെ ഞാൻ എല്ലാവരോടും ബായ് പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് പതുക്കെ വണ്ടി എടുത്തു. സോ എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തിയിട്ട് വേണമെങ്കിൽ നേർക്കൊരു വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോക്കായി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഹായ്, അപ്പോൾ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ മുഖത്തെ ബൾബ് നല്ല രസമുണ്ടെന്ന് തോന്നി എനിക്ക് തന്നെ. പിന്നെ അമ്മ വരുന്നതൊക്കെ കണ്ട്, അപ്പോൾ അമ്മ അടിപൊളിയെന്ന് പറഞ്ഞു, അച്ഛനും കണ്ടപ്പോൾ. കുറേ നാളായി കട്ട് ചെയ്യണോ എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട, എനിക്ക് ലോങ് ഹെയർസ് ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വളർന്നാലും ഇത് ലോങ്ങിൽ വളരുന്നതാണെന്ന് പ്രതീക്ഷ. അറ്റത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ കേളി ആകുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. ബാക്ക് ടു കേൾസ് എന്തായാലും വരുമല്ലോ. അപ്പം ഇത് ജസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്ത ലുക്കാണ്. എനിക്ക് ഫേസ് ഫ്രെയിമിങ് വേണമെന്നുണ്ടായിരുന്നു, ബിക്കോസ് ഐ ഹാവ് എ റൗണ്ട് ഫേസ്. ഐ വിൽ ഷോ മൈ ഔട്ട്ഫിറ്റ്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഓക്കെ, ആൻഡ് ഔട്ട്ഫിറ്റ് പോലും ഞാൻ പ്ലാൻഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ രാത്രി 1:30 ഞാൻ വിചാരിച്ചത് നാളെ കട്ട് ചെയ്യാൻ പോകണമെന്ന് കുറേ നേരം ആലോചിച്ചു അതിന് മുന്നേ തന്നെ. പിന്നെ ഈ ഫസ്റ്റ് 5-ൽ കയറുന്നത് ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ എനിക്കെന്തായാലും അടുത്താണ്, ഒരു 1/2 kilometer കൂടിയില്ല, പെട്ടെന്ന് വണ്ടി പോയി വരാം. പക്ഷേ ഈ 9:30 അവർ തുറക്കുന്നതല്ല. ഞാൻ രാവിലെ ടൈമിങ് എത്രയാണെന്ന് അറിയില്ല. ഞാൻ മോർണിംഗ് എത്തണം, മുന്നേ എങ്കിലും എത്തണം, അല്ലെങ്കിൽ ആ ടൈമിന് എത്തണം. കോമ്പറ്റീഷൻ ഉണ്ടാവും, ഞാൻ വലിയ ക്യൂവല്ല ഞാൻ പ്രതീക്ഷിച്ചു. അപ്പം ഫുഡൊന്നും കഴിക്കാണ്ട് ഞാൻ പോയേ. കട്ട് ചെയ്യാനെല്ലാം ഉണ്ടാവലുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഓഫർ കണ്ടപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് പോകാൻ തോന്നി. പിന്നെ എനിക്ക് അതിൻ്റെ ബോധം വന്നാലും ഓഫ് കോഴ്സ് പ്രൈസ് കോസ്റ്റ്ലിയാണ് ഇപ്പോൾ ഹെയർ കട്ട്സിനല്ലോ. പിന്നെ മാത്രമല്ല എനിക്കൊരു മൂഡ് വേണം. അപ്പോൾ ഇത് പോയാലും സാറില്ല 50% ഓഫെങ്കിൽ അതിൽ നിന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ പോയത്. ഓഫർ ഉണ്ടാവും വെറുതെ വിടണമല്ലോ, അങ്ങനെ പോയതാണ്. യൂഷ്വലി ഞാൻ ചിലപ്പോൾ ഓഫേഴ്സിനൊന്നും ഇങ്ങനെ ഓടിപ്പോകുന്ന ആളല്ല. അപ്പം അങ്ങനെ ഒരു മൂഡ് വേണം എനിക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലേ ഞാൻ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ
ഇതിൻ്റെ കുറച്ച് ബിറ്റ്സ് ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് കുറച്ച് ബിറ്റ്സ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇതിലുണ്ടാവും. അപ്പോൾ ഹെയർ ബേസ് സ്റ്റുഡിയോ ആണ്, പുതിയതൊരു ആണ്, കാനറ ബാങ്കിൻ്റെ നിയറിലാണ് വരുന്നത്, കുന്നിൻ്റെ താഴെയാണ് ലൊക്കേഷൻ. സോ ഇഫ് എനിവൺ വാണ്ട് ടു ഗോ ഫോർ എ സലോൺ, ഒരു അടിപൊളി സലോണിൽ പോകണം ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് വിട്ടോ ഹെയർ ബേയിൽ ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ എൻ്റെ ഹെയർ കട്ട് ഏതാ വരുന്നത് വെച്ചാൽ ലെയേഴ്സാണ്. ഞാൻ എന്തായാലും എൻ്റെ ലെങ്ത്ത് അധികം കുറക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ നിങ്ങൾ എൻ്റെ ബിഫോർ ലുക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പം കുറച്ചൊക്കെ എന്താ പറയുക, കുറച്ച് കുറഞ്ഞ എന്നാലും ഈ ലുക്ക് വരുമല്ലോ. പിന്നെ ഞാനൊരു റെഫറൻസ് പിക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം ഇതേപോലെ ഫേസ് ഫ്രെയിമിങ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹെയർ ബിൽ ആക്ച്വലി ഞാനൊരു എപ്പോഴും പോകുന്നതാണ് അവിടെ, അവരെ ഒരു കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ ത്രെഡിങ് ആണ് മെയിൻ ചെയ്യൽ. ഹെയർ സ്പാ ചെയ്തിട്ടുണ്ട് അവിടെ, പക്ഷേ ഹെയർ കട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് ഹെയർ കട്ട്. അമ്മ ചെയ്തിട്ടുണ്ട് മുന്നേ. അന്നേരം എൻ്റെ അമ്മമാർക്കൊക്കെ പറയും, നീ പോയി മുടി മുറിക്കി, എൻ്റെ മുടി എന്ന് ഇങ്ങനെ. എനിക്ക് അടിയിലെല്ലാം കുറച്ച് ഡ്രൈ ആണ്, അപ്പം എനിക്ക് വളർത്തണം വിചാരിച്ചിട്ട് എങ്ങനെ ആക്കിയത്. പിന്നെ ഞാൻ വീട്ടിൽ ഹെയർ കട്ട് ചെയ്യലുണ്ട്, ലെയേഴ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ലെയേഴ്സ് അടിച്ച് വളർന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഫേസ് ക്രീം ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെയാണ് എൻ്റെ ഹെയറിന് കളർ അടിക്കുന്നത്, എൻ്റെ എല്ലാം ഞാൻ തന്നെ ചെയ്യൽ. അപ്പോൾ ദിസ് ടൈം എന്തായാലും പ്രൊഫഷണൽ ചെയ്യുന്നതിന് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും എന്തായാലും, ഓഫ് കോഴ്സ്. സോ ദിസ് ഈസ് ദാറ്റ് ആൻഡ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. അതും 99 റുപ്പീസ് ഗൈസ്, അതും 99 റുപ്പീസ്. ഓക്കെ, അപ്പോൾ അടിപൊളി ഗോളായി, എല്ലാം സെറ്റായി. അങ്ങനെ ഞാനൊന്നും തിന്നില്ല. ഇപ്പോൾ ടൈം 1 മണിയാവാനായി. ഒരു പഴം എടുത്തിട്ട് ഞാൻ പോയതാണ്, കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാനായിരുന്നു 5th വൺ അവിടെ, ജസ്റ്റ് മിസ് ചെയ്യുന്നു. ഓക്കെ, നല്ല എല്ലാം അടിപൊളിയായി തീർന്നു. നാളെ എനിക്ക് കഴിഞ്ഞ് റിഗ്രറ്റ് അടിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ എം ലിവിങ് ഇൻ ദ മൊമെൻറ്റ് നൗ, ആസ് പ്രസൻ്റ്ലി ഐ എം ഹാപ്പി. ഓക്കെ, അപ്പം എന്ത് വന്നാലും എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം വ്യൂസ് കുറച്ച് ഉണ്ടെങ്കിൽ തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഐ മീൻ സബ്സ്ക്രിപ്ഷനിൽ ആ സംഭവം കൂടുന്നില്ല. സോ ഐ എക്സ്പെക്ട് യു ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആരോ വിളിക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.